ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പഠിച്ചു തുടങ്ങി കാണുമല്ലോ അല്ലേ? കേരള PSCയുടെ കൺഫർമേഷൻ, സ്റ്റാഫ് നഴ്സിന്റെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ നമുക്ക് ഇപ്രാവശ്യത്തെ സിലബസിനെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ സിലബസിൽ ജനറൽ നോളജും ജനറൽ അരിത്മെറ്റിക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്, ജനറൽ നോളജും ജനറൽ അരിത്മെറ്റിക്സും ഒന്നുമില്ല. നമ്മുടെ സബ്ജക്ട് നോളജ് മാത്രമേ ഉള്ളൂ. നഴ്സിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാള് ജനറൽ നോളജ് അറിയാത്തതുകൊണ്ടാണ് കിട്ടാതായിപ്പോയത്, അല്ലെങ്കിൽ കണക്കറിയാത്തതുകൊണ്ടാണ് എനിക്ക് PSC കിട്ടാതായിപ്പോയത് എന്നുള്ള ഒരു പരാതി ഇപ്രാവശ്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കുക. തീർച്ചയായും ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. അവർ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത്തവണ സിലബസിൽ സിലബസ് 10 മൊഡ്യൂൾസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ മൊഡ്യൂളില് ബിഹേവിയറൽ സയൻസസ് ആണ്. അതിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സിസ്റ്റത്തിന്റെയും ബോഡി സിസ്റ്റത്തിന്റെ മൊത്തം അനാട്ടമി ആൻഡ് ഫിസിയോളജി അത് ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ അതിന് പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ സിലബസ് നോക്കണമെങ്കിൽ കേരള PSCയുടെ സൈറ്റിൽ കയറി അതിനകത്ത് സിലബസ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 2021 സിലബസ് ഫോർ 2021 എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2021 നടക്കാൻ പോകുന്ന ഇപ്പൊ നിലവിൽ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാംസിന്റെ സിലബസ് കാണിക്കും. അതിൽ സ്റ്റാഫ് നേഴ്സ് എന്നുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. മൊഡ്യൂൾ 1 ബിഹേവിയറൽ സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അനാട്ടമി ആൻഡ് ഫിസിയോളജി. അതോടൊപ്പം മൈക്രോബയോളജി പറഞ്ഞിട്ടുണ്ട്. മൈക്രോബയോളജിയിൽ ഹിസ്റ്ററി ഓഫ് ബാക്ടീരിയോളജി ആൻഡ് മൈക്രോബയോളജി, പിന്നെ മൈക്രോ ഓർഗാനിസംസ്, നോർമൽ ഫ്ലോറ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, നമ്മൾ മൈക്രോബയോളജിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ മൊഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത് ബിഹേവിയറൽ സയൻസ് ആണ്. ബിഹേവിയറൽ സയൻസിലാണ് സൈക്കോളജി, സോഷ്യോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈക്കോളജിയിലും എന്തൊക്കെയാണ് കൺസെപ്റ്റ്, സ്കോപ്പ്, സിഗ്നിഫിക്കൻസ് ആൻഡ് സൈക്കോളജി, പിന്നെ സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മെന്റൽ മെക്കാനിസംസ്, ലേണിംഗ്, ഹാബിറ്റ്സ്, തിങ്കിങ് ആൻഡ് റീസണിങ്, ഒബ്സർവേഷൻ ആൻഡ് പെർസെപ്ഷൻ, കൺസെപ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ്. സോഷ്യോളജിയിൽ സോഷ്യലൈസേഷൻ, ടൈപ്സ് ഓഫ് ഫാമിലി, കമ്മ്യൂണിറ്റി, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിലും എന്താണ് ആദ്യം മുതലുള്ള നഴ്സിംഗ്, ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ തിയറീസ് ഓഫ് നഴ്സിംഗ്, അപ്രോച്ചസ്, ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ നഴ്സിംഗ്, തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ്, പിന്നെ ബാക്കി ബേസിക് നഴ്സിംഗ് സ്കിൽസും, നഴ്സിംഗ് അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വരുന്നതാണ് ക്ലിനിക്കൽ ഫാർമക്കോളജി. ക്ലിനിക്കൽ ഫാർമക്കോളജി എന്താണ് പ്രിൻസിപ്പിൾസ്, റൂട്ട്സ്, എഫക്റ്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻ, ഓറൽ ആൻഡ് പാരന്റൽ തെറാപ്പീസ്. ക്ലിനിക്കൽ ഫാർമക്കോളജി അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ച ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതോടൊപ്പം ഫസ്റ്റ് എയ്ഡ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡില് പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ ഫസ്റ്റ് എയ്ഡ്, CPR, ഫസ്റ്റ് എയ്ഡ് ഇൻ എമർജൻസി, ബേണ്, ഫോറിൻ ബോഡി ഇൻ ഐ, വേരിയസ് കമ്മ്യൂണിറ്റി എമർജൻസീസ്, കമ്മ്യൂണിറ്റി റിസോഴ്സസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. അതിലും എല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ടൈപ്സ് ആൻഡ് ഇറ്റ്സ് യൂസസ്, പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഫാമിലി ഹെൽത്ത് സർവീസസ് ഒക്കെ ഉണ്ട്. പിന്നെ മൊഡ്യൂൾ 4 തന്നെ വരുന്നതാണ് ന്യൂട്രീഷൻ, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്, നോർമൽ ഡയറ്ററി റിക്വയർമെന്റ്, ബാലൻസ്ഡ് ഡയറ്റ്, വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ, പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ്, പിന്നെ തെറാപ്യൂട്ടിക് ഡയറ്റ്, സ്പെഷ്യൽ ഡയറ്റ്, ഇതൊക്കെയാണ് ന്യൂട്രീഷനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ആണ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി പറഞ്ഞ പോലെ തന്നെ എല്ലാ സിസ്റ്റത്തിന്റെയും ഡിസീസസും അതിന്റെ മാനേജ്മെന്റ്,
nursing management of patients with those disorders, role of nurse. ഇതൊക്കെയാണ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾ 5. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്. മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലും എല്ലാം തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഇൽനെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഹിസ്റ്ററി ആൻഡ് ട്രെൻഡ്സ് ഓഫ് സൈക്കാട്രിക് നഴ്സിംഗ്, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, മെന്റൽ ഹെൽത്ത് അസസ്മെന്റ്, തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, psycho pathophysiology of human behavior, disorders of thought, motor activity, perception, mood, speech, memory, concentration and judgment. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് വേരിയസ് മെന്റൽ ഡിസോർഡേഴ്സ്. ഇതാണ് മൊഡ്യൂൾ 6 പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലും കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് ഹെൽത്ത് കെയർ, പ്രിവെന്റീവ് പീഡിയാട്രിക്സ് ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, growth and development, role of nurse in caring sick child, അതുപോലെ തന്നെ വേരിയസ് ബിഹേവിയർ, മാനേജ്മെന്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, മാനേജ്മെന്റ് ഓഫ് ചൈൽഡ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് കൺജനൈറ്റൽ ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ട്. നമ്മുടെ നഴ്സിംഗിൽ പഠിച്ച എല്ലാ ഇതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 7 കഴിഞ്ഞു. അടുത്ത മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് മിഡ്വൈഫറി ആൻഡ് ഗൈനക്കോളജി ആണ്. മൊഡ്യൂൾ 9 നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 10 ആണ്. മൊഡ്യൂൾ 10 പ്രൊഫഷണൽ ട്രെൻഡ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാർഡ് മാനേജ്മെന്റ്. ഇതാണ് മൊഡ്യൂൾ 10 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ നഴ്സിംഗിന്റെ സിലബസ് കംപ്ലീറ്റ് കവർ, നമ്മൾ പഠിച്ച സമയത്തുള്ള നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ അതിനകത്ത് അതിന്റെ ഏറ്റവും അവസാനം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ ടോപ്പിക്സിൽ നിന്നും, മുകളിൽ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അതായത് നഴ്സിംഗ് എന്നാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നഴ്സിംഗിൽ നിന്നുള്ള മുകളിൽ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വന്നേക്കാം എന്നവര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാം, ജനറൽ നോളജോ മാത്സോ ഒന്നുമില്ല, നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇനി ആകെ നമുക്ക് ജനുവരി 30 നമ്മുടെ എക്സാം. ഇപ്പൊ നവംബർ പകുതിയോളമായി. ഇനി ഡിസംബർ, ജനുവരി 2.5 മാസം കഷ്ടിച്ചേ ഉള്ളൂ. അപ്പൊ ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എടുത്ത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. കേരള PSC സൈറ്റിൽ കയറി, അതിപ്പോ പ്രിന്റ് ഔട്ട് എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് മൊബൈലിൽ നിന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവുമല്ലോ. അപ്പൊ മൊബൈലിൽ നിന്നാണെങ്കിലും കേരള PSC സൈറ്റിൽ കയറി നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇടയ്ക്ക് സിലബസ് ഒന്ന് എന്തായാലും വായിച്ചു നോക്കണം. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇനി തിയറി പഠിക്കാൻ താല്പര്യം, ഇനി തിയറി പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നോക്കുന്നതെങ്കിലും എല്ലാ ഭാഗത്തെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങാത്തവര് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളെ സഹായിക്കാം. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറെ ടോപ്പിക് വൈസ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസ് സമയം കിട്ടുന്നത് പോലെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായിക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. ഇത്തവണ നമുക്ക് തീർച്ചയായും ഒരു ജോലി നേടിയെടുക്കണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.